കൊന്നിച്ചോ മിനസാൻ നാനമിഷിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 13ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും ലോങ് വീഡിയോ വേണമെന്നല്ലേ പറയുന്നത്. സോ ലോങ് വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അതിനുവേണ്ടി ചെറിയൊരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയ്ക്ക് 2 ദിവസത്തിനുള്ളിൽ 2K ലൈക്സ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാണ്ട്, 25 മിനിറ്റ്സിൻ്റെ മുകളിലോട്ടുള്ള എല്ലാ വീഡിയോസും ലോങ് വീഡിയോസാണ് കേട്ടോ. അത് നിങ്ങൾ മറക്കണ്ട. പണ്ടൊക്കെ 25 മിനിറ്റ് ഇടാൻ നേരത്ത് ലോങ് വീഡിയോസ് എന്ന് പറഞ്ഞ് സപ്പോർട്ട് തന്നിരുന്നവർ ഇപ്പോൾ 25 മിനിറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ലോങ് വീഡിയോ അല്ല, ഇനിയും വേണം എന്നാണ് പറയുന്നത്. എടാ പിള്ളേർ, ഞാനൊരു മനുഷ്യനാണ് കേട്ടോ, അത് മറക്കണ്ട. അപ്പോൾ എന്തായാലും അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. സോ 2K ലൈക്സ് എന്തായാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് തന്നെ ഇവൻ പറയുന്നുണ്ട്, എന്ത് പുലിമടയോ, അവനെ പിടിച്ച് കെട്ടാൻ നോക്ക്. യെസ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നായിരുന്നു കുറേയധികം പേര് അവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നത്. അവൻ്റെ ക്യൂ സെൻസ് ചെയ്തിട്ട് എനിക്ക് മര്യാദക്ക് സെൻസ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. അതിനർത്ഥം അവൻ നമ്മുടെ താഴെയാണെന്നാണ്. ഇവനൊരു സ്പൈ ആണോ? ഇവനെന്താ വിട്ടിയായിരുന്നോ? ആ സമയത്ത് അവൻ്റെ വിരലുകൾ ഒന്ന് മുകളിലേക്ക് ഉയർത്തിട്ട് അവൻ നേരെ ഒന്ന് ഫ്ലിക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ അവൻ അറ്റാക്ക് ചെയ്യാൻ വന്നവരെല്ലാവരും അതിൻ്റെ ആ ഒരു ഷോക്ക് വേവ് കാണാം നേരെ തെറിച്ചു പോയി. ഇത് കണ്ട എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം 3 പേരാണ് തെറിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിത്തിയിൽ പോയി ഇടിച്ച് നേരെ നിലത്തേക്ക് വീണത്. അല്ല, ഇതെങ്ങനെ സാധ്യമായി? അതെല്ലാം ചെയ്ത് വേറൊരു ഫിംഗർ ഫ്ലിക്ക് കൊണ്ടല്ലേ. ഇവൻ ആരാണ്? ഇവൻ എവിടെ നിന്നാണ് വന്നത്? അവനെ കണ്ടിട്ട് ഒരു റെഗുലർ സ്പൈ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫൈറ്റ് ചെയ്യാം. അതെ, ദി ഗ്രേറ്റ് ഹാൾ മോസെറസ്കോൻ്റെ വാര്യറാണ്. അവൻ്റെ മാർഷൽ ആർട്ടിസ്റ്റാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്, ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ളത്. അവനെന്തായാലും ജയിക്കുന്നതാണ്. അടുത്ത സെക്കൻഡിൽ തൻ്റെ സോഡും പുറത്തേക്കെടുത്ത് അവൻ ഇയോൻ്റെ നേരെ പാഞ്ഞ് ഇയോനെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. അല്ല, അതൊരു ആഫ്റ്റർ ഇമേജ് അല്ലേ? പെട്ടെന്നായിരുന്നു ഇയോൺ അവൻ്റെ തൊട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. നിൻ്റെ കയ്യിലിരിക്കുന്നത് അത് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആണല്ല, ഒരു സോഡാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈ തന്നെ വലിച്ച് പറിച്ചങ്ങോട്ട് എടുക്കുകയാണ് ഉണ്ടായത്. അവനട്ടെ വേദന കൊണ്ട് കിടന്ന് അലറുകയും ചെയ്യും. നിങ്ങൾ എന്ത് നോക്കി നിൽക്കുവാണ്? പിടിച്ചു കെട്ടവനെ. പെട്ടെന്നായിരുന്നു പല സൈഡിൽ നിന്ന് പലരും അവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നത്. ചുരുക്കം പറഞ്ഞാൽ 3 സൈഡിൽ നിന്നും അവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നു. വിഡ്ഢികൾ. പെട്ടെന്ന് ഇവൻ തൻ്റെ കൈകളൊന്ന് ഉയർത്തി 3 പേര് തെറിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് മറു സൈഡിലേക്ക് നോക്കി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. അവരുടെ കാര്യത്തിലും ഒരു തീരുമാനമായി. എന്നിട്ട് ബാക്കിയുള്ളവരെ എല്ലാം തന്നെ തൻ്റെ കൈകൾ നിലത്തേക്ക് നാക്കിക്കൊണ്ട് എല്ലാവരും നിലത്തേക്ക് അടിച്ചിടുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അവന്മാരെല്ലാവരും പേടിച്ച് കിടുങ്ങിപ്പോയി. ഇവിടെ എന്താണ് ഈ സംഭവിച്ചത്? അവൻ എന്തായാലും നോർമലുള്ള ഒരു എക്സ്പേർട്ട് അല്ല, അതെനിക്ക് ഉറപ്പാണ്. പെട്ടെന്നായിരുന്നു അവൻ്റെ പിന്നിൽ കൂടെ ചോകടാന്ന് പറഞ്ഞിട്ട് നേരത്തെ കൈ മുറിച്ച് കളഞ്ഞവൻ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ വന്നത്. എന്നാൽ ഇയോൺ തിരിഞ്ഞൊരു അറ്റാക്ക് ചെയ്യുകയും അവൻ്റെ കൈയും തലയും ഈ തവണ മുറിഞ്ഞു നേരെ നിലത്തേക്ക് വീണു. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതൊട്ടും നിസ്സാരമായൊരു കാര്യമല്ലെന്ന്. അവനൊരു എസ്കോട്ട് വാര്യറിനെ ഇത്ര എളുപ്പത്തിൽ കൊന്നിരിക്കുന്നു. അതിലുപരി അവൻ തേയെന്നത് കാണിക്കുന്നത് കൂടിയില്ല. പെട്ടെന്ന് ഇവൻ തൻ്റെ കൈ നിന്ന് മുമ്പിലേക്ക് അനക്കി. ഇവിടെ വാടാ. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്നവൻ നേരെ തീർച്ചി ഇവൻ്റെ കയ്യിൽ വന്നിരുന്നത്. ഇവണ്ടെ അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരുക്കി മുകളിലേക്ക് ഉയർത്തുകയും ചെയ്തു. ആരാണ് ഇവിടെ പുലിമട എന്ന് പറഞ്ഞത്? എന്നിട്ട് തൻ്റെ അടുത്ത വിരൽ കൊണ്ട് അവൻ്റെ ആ ഒരു മുഖം മൂടി അഴിച്ചു മാറ്റി. പെട്ടെന്നാണ് ഇയോൺ ഞെട്ടിയത്. അല്ല, ഇത് രീണിച്ചല്ലേ? ഇവൻ്റെ മാർഷൽ ആർട്ടിസ്റ്റ് വെച്ച് നോക്കിയിട്ട് ഇവനേതോ സുപ്രീം പീക്കിലാണുള്ളത്. അവൻ്റെ എനർജിയാണ് കുറച്ചുകൂടെ ക്ലോസർ ആയിട്ടുള്ളത്. ഇവൻ എന്തായാലും സുപ്രീം സേബർ ഓഫ് 6 മാർഷൽ ആർട്ട് ടെക്നിക്ക് എന്തായാലും പഠിക്കാൻ മാർഗമൊന്നുമില്ല. അപ്പോൾ നീയല്ലേ സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്ട് സെക്കൻഡ് സ്പൈ? സുപ്രീം സേബറിൻ്റെ സ്പൈയോ? താങ്കൾ എന്താണ് ഈ പറയുന്നത്? അല്ല, ഇവനെ കണ്ടിട്ട് കള്ളം പറയുവാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ആള് മാറിയോ? അടുത്ത സെക്കൻഡ് ഇവൻ തൻ്റെ കൈകളിൽ ഉയർത്തുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മേത്തുള്ള ആ ഒരു എനർജി റിലീസാകുകയും ചെയ്തു. അവൻ എല്ലാവരെയും വിട്ടിരിക്കുന്നു. പക്ഷേ എല്ലാവരുടെയും ബോധം ആൻഡ് ഇവനെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇവൻ പെട്ടെന്നാണ് അവനും നേരെ ഇവൻ്റെ നേരെ തീർച്ചു വന്നത്. അടുത്ത സെക്കൻഡ് തന്നെ ആ നിരത്തേക്ക് മുട്ടുകുത്തി ഇരുന്നു പോയി. എംബ്രോ യൂണിഫോം ഗാർഡെന്നാണ് ഈസ്റ്റേൺ ഡിപ്പോളിലെ ഇനിച്ചുമായിട്ട് കാര്യം. പക്ഷേ അവനവിടെ മിണ്ടത്തില്ല. അതുകൊള്ളാം, നീ ലോയലുള്ള ഒരു സ്പൈ ആണോ? അടുത്ത സെക്കൻഡ് അവൻ്റെ കൈ തിരിഞ്ഞങ്ങോട്ട് ഒടിഞ്ഞു പോകുകയും അവൻ ഉച്ചത്തിൽ നിലവിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവൻ അവൻ്റെ വാടച്ച് പിടിക്കുന്നുണ്ട്. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നീ എനിക്ക് ഉത്തരം തരുന്നവരെ നിന്റെ കൈകളും കാലുകളും ഇതുപോലെ ഒടിഞ്ഞേണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി തലയാട്ട്. അവൻ പെട്ടെന്ന് തലയാട്ടുന്നുണ്ട്. അടുത്ത സെക്കൻഡ് ഇവൻ അവനെ റിലീസും ചെയ്തു. ഞാൻ ഈസ്റ്റേൺ ഡിപ്പോളിലെ ഒരു സ്പൈ ആണ്.
ഈസ്റ്റേൺ ഡിപ്പോട്ടിലെയോ? അതിനർത്ഥം നീ ഒരു ഇൻച്ചാണെന്നാണോ? അല്ല, ഞാൻ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണല്ലോ. ഇവനെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. എങ്കിൽ പിന്നെ നീ എന്തിനാണ് പാലസിലെ സ്പെഷ്യൽ സ്കൂളിലുണ്ടായിരുന്നത്? നീ പ്രിൻസ് ചെന്നെ വാച്ച് ചെയ്യുവാണോ? അത് ഡിമോണിക് കൾട്ടുള്ള ഇംപീരിയൽ ഹൈനസിന്റെ പ്രിൻസ് ചെന്നിന്റെ ആ ഒരു കോൺട്രാക്റ്റിനെ പറ്റി അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിനെ പറ്റി അറിയാനായിട്ടാണ്. ചുരുക്കം പറഞ്ഞാൽ അപ്പോൾ സക്സഷന് ഇവിടെ നല്ലൊരു ഫൈറ്റ് തന്നെ സംഭവിക്കുന്നുണ്ടല്ലേ? എന്നെ വെറുതെ വിടണം. ഞാൻ ഇനി ഒരിക്കലും ഒന്നും ചെയ്യത്തില്ല. പ്രിൻസ് ചെന്നെ ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്നോളാം. നാശം, അവൻ പേടിച്ച് വിറച്ചിരിക്കുന്നു. അവനൊരു സ്പൈ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മരിക്കാനുള്ള ട്രെയിനിങ് വരെ അവന് കൊടുത്തിരുന്നു. പക്ഷേ എന്നിട്ടും അത് കൊള്ളാം. അതിന് ഞാനെപ്പോഴെങ്കിലും നിന്നെ ജീവനോടെ വിടുമെന്ന് പറഞ്ഞിരുന്നു. താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? അടുത്ത സെക്കൻഡ് അവൻ്റെ പേടലിൽ തിരിഞ്ഞ് അവനങ്ങോട്ട് മരിച്ചു പോയി. ഇവന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൊല്ലുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. പക്ഷേ റോയൽ ഫാമിലിയുടെ സെക്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ അതൊരു ഇഷ്യൂ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ പിന്നെ സുപ്രീം സേബറിന് എനിക്ക് കിട്ടുമെന്നും തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? സർ ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. മിണ്ടിപ്പോകരുത് സാർ. താങ്കളുടെ ജീവൻ സ്പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ താങ്കളെ ഒരു ഗസ്റ്റായിട്ട് ഞങ്ങളകത്തേക്ക് കൊണ്ടുപോകാം. ഈസ്റ്റേൺ ഡിപ്പോട്ട് ടാലൻ്റ് ഉള്ളവരെ നന്നായിട്ട് തന്നെ നോക്കാറുണ്ട്. എന്ത്, ഇനുച്ചിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഈസ്റ്റേൺ ഡിപ്പോട്ടിലേക്കോ? അപ്പോൾ അത് മാത്രമല്ല ഇവൻ്റെ വായിന്ന് വരാൻ പോകുന്നത്. അത് ശരിക്കും ഫണ്ണി ആയിട്ടുണ്ടല്ലോ. നിനക്ക് എങ്ങനെയാണ് ഈസ്റ്റേൺ ഡിപ്പോട്ടിലേക്ക് എന്നെ ഒരു ഗസ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? നീ എന്താണ് വിചാരിച്ചത് ഞാനത് വിശ്വസിക്കുമെന്നോ? അവനെന്തായാലും അവൻ്റെ ഗ്രിപ്പ് ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. അതിനർത്ഥം അവനെന്തായാലും ഇത് കേൾക്കാൻ താല്പര്യമുണ്ടെന്നാണ്. മേ ബി അവൻ്റെ മിഷൻ ഫെയിൽഡ് ആകാൻ ചാൻസ് ഉണ്ട്. അവനും അകത്ത് കയറേണ്ടി വരും. അത് പിന്നെ ഞാൻ ഈസ്റ്റേൺ ഡിപ്പോട്ടിലെ ദി ഗ്രേറ്റ് ഹാൾ മാസ്റ്ററാണ്. എനിക്ക് ജനറലിനോട് ഡയറക്റ്റ്ലി സംസാരിക്കാനുള്ള അധികാരമുണ്ട്. ഞാനങ്ങനെ സംസാരിച്ച് താങ്കൾ കയറ്റാവുന്നതാണ്. ഓ, ദി ഗ്രേറ്റ് ഹാൾ മാസ്റ്റർ, അത് ദി 4th പൊസിഷൻ അല്ലേ ഈസ്റ്റേൺ ഡിപ്പോട്ടിലെ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ എവിടേക്ക് അയച്ചത്? വെസ്റ്റേൺ ഡിപ്പോട്ടാണോ? വെസ്റ്റേൺ ഡിപ്പോട്ടോ? അപ്പോൾ ഈസ്റ്റേൺ ഡിപ്പോട്ടിന് എംബ്രോ ഗാർഡ്സ് മാത്രമായിട്ടല്ല, വെസ്റ്റേൺ ഡിപ്പോട്ടോട്ട് അതിൻ്റേതായ പ്രശ്നമുണ്ട്. വെസ്റ്റേൺ ഡിപ്പോട്ടിലെ സ്പൈസിന് എന്തായാലും എനിക്ക് കിട്ടിക്കോളും. എൽഡർ ഹോൻ്റെ ടീം എന്തായാലും അവിടേക്ക് പോയിട്ടുണ്ടല്ലോ. പക്ഷേ ഇത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അകത്തേക്ക് കയറാൻ നേരത്ത് ഇവരുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്കൊരു താല്പര്യമില്ല. തൽക്കാലത്തേക്ക് ഒന്ന് അഭിനയിച്ചു വിടാം. അതെനിക്ക് പറയാൻ സാധിക്കത്തില്ല, എനിക്കുറപ്പാണ്. അപ്പോൾ അവിടെ തന്നെയാണ്. പക്ഷേ ഇവന് ഞങ്ങളുടെ കൂടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇവനെ എന്ത് വില കൊടുത്തും മേടിച്ചിരിക്കണം. സാർ, ഞാൻ ഒരു കാര്യം പറയാം. അവർ താങ്കൾ എങ്ങനെയാണ് ഹയർ ചെയ്തതെന്ന് എനിക്ക് പറഞ്ഞോടാ. പക്ഷെ ഒരു പണമാണ് തങ്ങുന്നതെങ്കിൽ അതിന് ഇരട്ടി തരാൻ നീ എന്താണോ വിചാരിച്ചത്? പൈസ കൊണ്ട് എന്നെ വിലക്കെടുക്കാൻ സാധിക്കുമെന്നോ? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല. ഇവൻ ശരിക്കും പ്രശ്നമാണല്ലോ. ജനറലിന് വേണമെന്നുണ്ടെങ്കിൽ താങ്കളെ സ്കില്ല് കണ്ടതിന് ശേഷം സോൾ കിങ്ങിനോട് ഡയറക്റ്റ്ലി റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദി സോൾ കിങ് ജു തേയൂൺ, അവനാണ് ദി എംബറിൻ്റെ ആദ്യത്തെ മകൻ. അത് മാത്രമല്ല, എംബറിൻ്റെ പൊസിഷനോട് ഏറ്റവും ക്ലോസസ്റ്റ് നിൽക്കുന്നത് അവൻ തന്നെയാണ്. കൗണ്ട്ലെസ് ആയുള്ള സിവിൽ സെർവൻസ് അവനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിലുപരി ഈസ്റ്റേൺ ഡിപ്പോണ്ട് അവൻ്റെ കൈകളിലാണ് ഇരിക്കുന്നത്. നീ പറയുന്നത് അവൻ്റെ അടുത്തേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമെന്നാണോ? അതെ, അത് പറ്റും. ഇമ്പീരിയൽ മാജിസ്ട്രേറ്റ് എന്തായാലും ശരിക്കും ഹാപ്പി ആയിരിക്കും. താങ്കളെ പോലെ ഗ്രാൻഡ് മാസ്റ്ററിനെ അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അടുത്ത സെക്കൻഡ് ഇവൻ നേരെ അവനെ നിലത്തേക്ക് ഇട്ടു. എന്തായാലും ദി വേസ്റ്റ് കേസ് സിനാരി എന്ന് പറയുന്നത് ദി സോൾ കിങ്ങും ഈ ഒരു സുപ്രീമായിട്ട് നല്ല ബന്ധമുണ്ടെന്നായിരിക്കും. അതെന്തായാലും കുഴപ്പമില്ല. അവരുടെ ഗോൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റോയൽ ഫാമിലിയുടെ അടുത്തേക്കും അവർ കയറാൻ നോക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് കുറച്ചു നേരം ഇവരുടെ കൂടെ തന്നെ അഭിനയിച്ച് നിൽക്കാം. ദി ഗ്രേറ്റ് ഹോൾ മാസ്റ്റർ, ഇനിയെല്ലാം താങ്കളുടെ കയ്യിലാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ദി വൈറ്റ് ഫ്ലവർ മാൻഡാണ്. അത് ജിൻഹാൻ പാലസിലെ സെർവൻസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. പെട്ടെന്നാണ് അവിടേക്ക് ഒരാൾ നടന്നു വരുന്നത്. ആ ഒരു മുളക്കാട്ടിലൂടെ അവൻ നേരെ മുന്നിലേക്ക് നടന്നു. പക്ഷേ അവനെ ഫോളോ ചെയ്തുകൊണ്ട് മറ്റൊരാൾ നിപ്പുണ്ടായിരുന്നു. ഇത്രയും ഇരുട്ടേറിയ സ്ഥലത്തും അവൻ ഒറ്റയ്ക്ക് കൃത്യമായി തരം നടക്കുന്നു. അതിനർത്ഥം അവൻ ഈ പാത്ത് അറിയാവുന്നതാണ്. ഞാനിത് നേരത്തെ തന്നെ റിയലൈസ് ചെയ്തത് നന്നായി. അവൻ്റെ മാർഷൽ ആർട്സ് എന്തായാലും എന്നെക്കാട്ടും ലോവറാണ്. അതുകൊണ്ട് അവൻ എന്നെ സെൻസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അവനിപ്പോൾ എവിടേക്കാണ് ഈ പോകുന്നത്? ആ പറഞ്ഞത് ഡാർക്ക്നെസ് സെറ്റിൻ്റെ ലീഡറായിരുന്നു. അതായത് നമ്മുടെ ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ടിലെ എൽഡർ ഹോൻ്റെ കീഴിലുള്ള ടീം. പെട്ടെന്നാണ് അവിടേക്ക് ഒരാൾ നടന്നു വന്നത്. ആ ഒരാളെ കണ്ടപ്പോൾ അവൻ ഞെട്ടി. കാര്യം അതൊരു മെയ്ഡായിരുന്നു. അവളുടെ ഡ്രസ്സിങ് എല്ലാം കണ്ടിട്ട് അവളെന്തായാലും ഒരു ഹയർ റാങ്കിങ് വണ്ണാണ്. പക്ഷേ അവരെന്തിനെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത്? പെട്ടെന്നാണ് അവളവിടുന്ന് മാഞ്ഞു പോയത്. അല്ല, അവൾ അപ്രത്യക്ഷമായി. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? പെട്ടെന്ന് അവൻ തിരിയുന്നതിന് മുമ്പ് തന്നെ അവൾ അവനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. നേരെ നിലത്തേക്ക് ഇറങ്ങി. അവൻ നേരെ നിലത്തേക്ക് മരിച്ചു വീണു. ഈ സ്ഥലത്ത് മുഴുവൻ
കീടങ്ങളാണല്ലോ. എന്തായാലും വേട്ട തുടങ്ങാൻ സമയമായിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഇയോണക്ക അവിടേക്ക് നടന്നു പോകുന്നതാണ്. താങ്കൾ എന്തായാലും ഗ്രേറ്റ് ആയുള്ള ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ റിപ്പോർട്ട് താങ്കളെ ഉറപ്പായിട്ടും ചൂസ് ചെയ്യും. ഞാൻ എന്തായാലും ഹാപ്പിയാണ്. ജനറലിന് എന്തായാലും താങ്കൾ ഇഷ്ടപ്പെടും. ഇവൻ ശരിക്കും ടോക്കറ്റീവ് ആണല്ലോ. സത്യം പറഞ്ഞാൽ ഹിയോബോങ് അല്ലാതെ ആദ്യമായിട്ടാണ് ഒരു ടോക്കറ്റീവ് ഉള്ള ആളെ ഞാൻ കാണുന്നത്. നമ്മളിവിടെ എത്തി കേട്ടോ. അങ്ങനെയാണ് ഈസ്റ്റേൺ ഹാള് കാണുന്നത്. ഇത് ശരിക്കും വലുതാണല്ലോ. അറ്റ്ലീസ്റ്റ് 3000 പേരെങ്കിലും ഇവിടെ ഇവർക്ക്. അങ്ങനെ അവർ വീണ്ടും മുന്നിലേക്ക് നടന്നു. അല്ല, ജനറൽ എത്തിയില്ലേ? അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. അതിനർത്ഥം റൈറ്റ് എമിസറിയും വന്ന് കാണത്തില്ലല്ലോ. അതെ, വന്നിട്ടില്ല. നാശം. അവരുടെ ജോലി എന്തായാലും പ്രതീക്ഷയിലും കൂടുതൽ നിൽക്കുന്നുണ്ടല്ലോ. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഇവനെന്തായാലും എനിക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈസ്റ്റേൺ ഡിപ്പോയിലേക്ക് കയറ്റാനും പറ്റത്തില്ല ജനറലിൻ്റെ അനുവാദമില്ലാതെ. അല്ല, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ കാരണം അല്ല സാർ, അത് പിന്നെ ജനറൽ വന്നിട്ടില്ല. അപ്പം നമുക്ക് തൽക്കാലം ഗസ്റ്റ് ഹാളിലേക്ക് ഇരുന്നാലോ? എമിസറിയുടെ അവിടെ വെച്ച് നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറ്റും. എങ്കിൽ ഓക്കെ. അങ്ങനെ അവർ വീണ്ടും മുന്നിലേക്ക് നടന്നു. പെട്ടെന്നാണ് ഇയോണത് ശ്രദ്ധിച്ച് നേരെ തിരിഞ്ഞു നോക്കിയത്. അല്ല സാർ, എന്ത് പറ്റി? അല്ല, ഈ ഒരു ഫിറോഷ്യസ് ഉള്ള എനർജി ഇതെവിടെ നിന്നാണ് വരുന്നത്? പിന്നെ കാണിക്കുന്നത് ഈസ്റ്റേൺ ഹാളാണ്, നോർത്തേൺ മാനർ. അവരുടെ ഈസ്റ്റേൺ ഫ്രാക്ഷൻ്റെ ഗസ്റ്റ് ഹാളിന് മുമ്പേ കുറച്ചധികം പേര് നിൽപ്പുണ്ടായിരുന്നു. അതിലൊരാളുടെ ചുറ്റിനുള്ളവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നാശം, ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. പറഞ്ഞത് നമ്മുടെ ഹിയോബോങ് ആയിരുന്നു. ആസ് ഓൾവേസ് ഹിയോബോങ് നമ്മുടെ ഇയോൺ ചേനെ ഫോളോ ചെയ്തുകൊണ്ട് നേരെ ഇവിടേക്ക് വന്നു. ആൻഡ് ഡാർക്ക്നെസ്സിന്റെ ലീഡറിന്റെ സഹായത്തോടു കൂടി അവനെ അവിടെ കയറി പറ്റിയും അതേപോലെ തന്നെ ഒരു സ്പൈനെ ട്രാക്ക് ചെയ്യുകയും ചെയ്തു. നിന്നെ കണ്ടിട്ട് ശരിക്കും മാർഷൽ ആർട്ടിസ്റ്റ് സ്കില്ലുള്ളവനാണെന്ന് തോന്നുന്നു. നീ എൻ്റെ കൂടെ കൂടുന്നോ? നിന്റെ ജീവിതം തന്നെ മാറി മറിയും. ഹിയോബോങ് അങ്ങനെയാണ് ഈസ്റ്റേൺ ഡിപ്പോർട്ടിലേക്ക് കയറുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ അവൻ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ കണ്ടിട്ട് ശരിക്കും ഒരു നല്ല മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു കാര്യം നീ ഇന്ന് രാത്രി തന്നെ ടൗൺ ഹാളിൻ്റെ അടുത്തേക്ക് വരണം. പറഞ്ഞത് മനസ്സിലായോ? അതായത് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹിയോബോങ്ങിനെ അവർ സെലക്ട് ചെയ്തിരുന്നു അടുത്ത ജോലിക്ക് വേണ്ടി. ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി ഡീമൺ ലോഡിനെടുക്കുക റിപ്പോർട്ട് ചെയ്യണം. നാശം, ഞാൻ എങ്ങനെയാണ് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യുന്നത്? എൻ്റെ മുമ്പിലുള്ള എല്ലാവരും തന്നെ ഇവിടെ ചൂസ് ചെയ്യപ്പെട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റാണ്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് എൻ്റെ മുമ്പിലിരിക്കുന്ന അവനാണ്. അവൻ്റെ ഒരു എനർജി മാത്രമാണ് എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കാത്തത്. അതായിരുന്നു ഈസ്റ്റേൺ ഡിപ്പോളിലെ ലെഫ്റ്റ് എമിസറി ഗിയോമിങ് ഹേ. എന്തായാലും പ്രിൻസിൻ്റെ അപ്പോയിൻമെൻറ്റ് സെറിമണി ഡാങ് ഫെസ്റ്റിവലിന് നടക്കുമല്ലോ. അപ്പോൾ ഷെഡ്യൂളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേക്ക്. അല്ല, നമുക്കതിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടല്ലോ. അത് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ എനിമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് പോലെയല്ലേ. നമ്മൾ ഇനി അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അബാൻഡൻ സോഡ് വാലിയിലെ പെട്ടെന്നായിരുന്നു അവിടേക്ക് ഒരു അറ്റാക്ക് വന്ന് അവൻ്റെ മുഖം മുറിഞ്ഞ് ചോര വന്നത്. കിംഹേ, നീ എൻ്റെ സബോർഡിനേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി, തിരിച്ച് സംസാരിക്കാതെ. എനിക്ക് അങ്ങനെയുള്ളവരാണ് ഇഷ്ടം, മനസ്സിലായോ? അവൻ ആ 6-8-ൻ്റെ ഒരു ലീഡറാണെന്ന് പറഞ്ഞിട്ട് അത്രക്ക് അഹങ്കാരോ? അവൻ ഇത്ര ധൈര്യമായിട്ടാണ് എൻ്റെ മുഖത്ത് കൈവച്ചത്. ഞാൻ റോയൽ പാലസിൽ തന്നെ അണ്ടർ കവറായിട്ട് നിൽക്കാമെന്നാണ് അവൻ അറിഞ്ഞൂടെ. എമിഷറി ഗെയിം ഈ കാണുന്നതാണ് ഏറ്റവും ടാലൻറ്റഡ് ഉള്ള ആൾക്കാർ. ഇവൻ എന്നാ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ നേരമായില്ല. ഇതൊന്നും തീർന്നില്ലെങ്കിൽ പെട്ടെന്ന് പോകായിരുന്നു. എന്നിട്ട് നമ്മുടെ ഹിയോബോങ് ഒന്ന് ചുമക്കുന്നുണ്ട്. പെട്ടെന്ന് അവന്മാരും ഞെട്ടിയ ആ സ്ഥലം മുഴുവൻ ഓക്കോടുള്ള ഒരു സൈലൻസ് ഉണ്ടായി. അല്ല, ഇതെന്താണ്? എല്ലാവരും എന്നെ ആരാണത്? ആരാണിപ്പോൾ ചുമച്ചത്? നാശം, ഞാൻ മണ്ടത്തരം കാണിച്ചോ? ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യും, തൽക്കാലം മിണ്ടാതിരിക്കാം. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആരാണിപ്പോൾ ചുമച്ചത്? ഇവന് വല്ല വട്ടുണ്ടോ? ഞാൻ ചുമച്ചതുകൊണ്ട് മാത്രമാണ് ഇവനെ റിയാക്ട് ചെയ്യുന്നത്. ഇതേസമയം എല്ലാവരും തന്നെ അവനെ നോക്കുന്നുണ്ട്. ഇവന്മാരെല്ലാവരും ചതിയന്മാരാണ്. അല്ല, അവൻ എമിസറി, അവൻ്റെ പേര് മൂ ചോങ് എന്നാണ്. അവനോട് ക്ഷമിക്കണം, അവൻ്റെ ആദ്യത്തെ ദിവസമാണിത്. അതുകൊണ്ടാണ് അവൻ അറിയാമല്ലായിരുന്നു. പ്ലീസ് കരുണ കാണിക്കണം. കരുണയോ? അവർ ന്യൂബിയല്ലേ? അവന് കരുണ എന്തെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. എമിഷറി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ അടുത്ത സെക്കൻഡ് ഹിയോബോങ്ങിൻ്റെ തൊട്ട് മുമ്പിലേക്ക് ഒരു അറ്റാക്ക് വരികയും അവനത് ഡോഡ്ജ് ചെയ്യുന്നുകൊണ്ട് എന്നിട്ട് ബാക്കിലേക്ക് ചാടി മാറി. നാശം, അതെന്നെ ശരിക്കും പേടിപ്പിച്ച്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ. നീ ചുമച്ചത് മാത്രമല്ല, നീ എൻ്റെ പണിഷ്മെൻറ്റും ഡോഡ്ജ് ചെയ്തല്ലേ. ഞാൻ നിന്നെ കാണിച്ചു തരാം ഈസ്റ്റേൺ ഡിപ്പോർട്ടിലെ ജീവിതം എത്ര കഠിനമാണെന്ന്. അതിനുശേഷം അവ നേരെ ഹിയോബോങ്ങിനെ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. നാശം, ഞാൻ എന്ത് ചെയ്യും? ഇത് ഡോഡ് ചെയ്തില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും പ്രശ്നമാകുമല്ലോ. ആ സമയത്ത് തന്നെ പിന്നെ കാണുന്നത് ചോര തെറിക്കുന്നതാണ്. പക്ഷേ ഹിയോബോങ്ങിൻ്റെ അല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നിടത്ത് തന്നെ ഹിയോബോങ് നേരെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഞാനിവിടെ ഡോഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മരിക്കും. എല്ലാവരും പിന്നിലേക്ക് മാറി. ആ ഒരു ഫൈറ്റിൽ നിങ്ങൾ എല്ലാവരും പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ എല്ലാം പോകുമെന്ന് പറയുന്നതിന് മുമ്പ് എമിഷറി അവന് കണ്ണി കണ്ട എല്ലാവരും വലിച്ച് കീറാനായിട്ട് തുടങ്ങി. പെട്ടെന്നായിരുന്നു ഹിയോബോങ്ങിൻ്റെ നേരെ ഒരു അറ്റാക്ക് വന്ന് ആ നേരെ ബാക്കിലേക്ക് തെറിച്ചു പോയത്. എൻ്റെ എൻഹാൻസ് എനർജി യൂസ് ചെയ്തിട്ടും ഞാൻ ഇത്രത്തോളം ബാക്കിലേക്ക് വന്നു. ഇനി എന്തായാലും എനിക്ക് ഓടി ഒളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
അടുത്ത സെക്കൻഡ് അവൻ്റെ മുഖം വീണ്ടും ഒന്ന് മുറിഞ്ഞു. അതായത് നമ്മുടെ ഹിയോബോങ് തിരിച്ചവനെ കൗണ്ടർ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഞാനിനി ഫൈറ്റ് ബാക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. പെട്ടെന്നാണ് എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയത്. നായെ, നിനക്ക് എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഹിയോബോങ്ങിനെ അറ്റാക്ക് ചെയ്തപ്പോൾ അതവൻ ഡോഡ് ചെയ്ത് മാറിയിട്ട് നേരെ അവൻ്റെ മുഖത്ത് നോക്കി ഒരു ഒന്നാം തരം കിക്ക് കൊടുത്ത് അവൻ നേരെ തെറിച്ച് പോവുകയും ചെയ്യും. ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ഹിയോബോങ് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നാണ് ആ ഒരു അറ്റാക്ക് ചെയ്തിട്ട് അവൻ്റെ കൈ നേരെ ബാക്കിലേക്ക് തെറിച്ചു പോയത്. കാര്യം അത് എൻഹാൻസ് ആയിട്ടുള്ള എനർജി ബാരിയർ ആയിരുന്നു. എന്നിട്ട് ഹിയോബോങ്ങിൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് പെട്ടെന്നൊരുത്തൻ അവൻ്റെ വട്ടം വന്ന് നിന്നത്. അല്ല, ഇതാരാണ്? നാശം, ഞാൻ എന്തൊക്കെ നോക്കിയിട്ട് എനിക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവൻ്റെ അറ്റാക്ക് എനിക്ക് ഡിഫ്ലക്ട് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഇവൻ്റെ സോ ടെക്നിക്ക് എങ്ങനെയാണ് ഇത്രയും പവർഫുൾ ആയത്? ഞാൻ എൻ്റെ ക്യൂ എനർജി കംപ്ലീറ്റ് ഗ്യാദർ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു അറ്റാക്കിന് പകരം അവൻ്റെ കയ്യിൽ കയറി അവൻ പിടിച്ചു. എടാ വിട്ടി, നിനക്ക് തെറ്റി. നീ എൻ്റെ കൈ പിടിച്ചെങ്കിലും അടുത്ത കൈ ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവൻ ഞെട്ടിയത്. കാര്യം അവനാട്ടെ അവൻ്റെ വലത്തെ കൈ അവൻ്റെ ശരീരത്തിൽ നിന്ന് വലിച്ച് കീറി അങ്ങോട്ട് എടുക്കുകയുണ്ടായി. പിന്നെ കാണുന്നത് വേദന കൊണ്ട് അവൻ ഉച്ചത്തി കിടന്ന് നിലവിളിക്കുന്നതാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ നേരെ ബാക്കിലേക്ക് ചാടി. എംബ്രോ യൂണിഫോം കാലിൽ ഒരാൾ ഇത്രയും സ്കിൽഫുള്ളോ? ഇവനാരാണ്? ഹിയോബോങ്, നിനക്കെന്തെങ്കിലും പറ്റിയോടാ? ആ ഒരു മാസ്ക്, ആ ഒരു ടോൺ, ഡീമൺ ലോഡ്. ഹിയോബോങ്, ഗുഡ് ജോബ്. അല്ല, എന്തിനേ? നീ നമ്മുടെ സുപ്രീം സേബർ ഓഫ് 6 മാർഷൽ സെക്ടറിൻ്റെ സ്പൈനെ കണ്ടെത്തിയിരിക്കുന്നു. ഇവനായിരുന്നു ആ സ്പൈ? നാശം, എംബ്രോ യൂണിഫോം കാർഡിൽ ഇത്രത്തോളം സ്കില്ലുള്ള ഒരാളില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇവൻ റോയൽ പാലസിൽ നിന്നാണോ? ഇവൻ ആരാണ്? പെട്ടെന്നാണ് ഇവൻ വീണ്ടും ഞെട്ടിയത്. ആ ഒരു എനർജി അതിവിടേക്ക് വരുന്നു. അതെന്താണ്? അതിനുശേഷം ഹിയോബോങ്ങിനടുക്കെ അവൻ പറയും ചെയ്യും, ഹിയോബോങ്, ഞാൻ സിഗ്നൽ തരാൻ നിർത്ത്. ഒന്നെങ്കിൽ ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഓടി ഒളിക്കണം. പറഞ്ഞത് മനസ്സിലായോ? ആ, എന്ത് പറ്റി? പെട്ടെന്നാണ് കുറച്ച് പേരെ വഴിക്ക് ഓടി വന്നത് അവൻ ശ്രദ്ധിച്ചത്. ആ സമയത്ത് തന്നെ ലെഫ്റ്റനന്റ് പറയും ചെയ്യും, എല്ലാവരും ആയുധങ്ങളെടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആക്കിയോ? താങ്കൾ എന്താണ് ഈ പറയുന്നത്? സംസാരിച്ചിരിക്കാൻ സമയമില്ല, എല്ലാവരും ആയുധം എടുക്കാൻ നോക്ക്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു തീയൊക്കെ അണയാനായിട്ട് തുടങ്ങി. അവരെല്ലാവരും ഒന്ന് ഞെട്ടി. അടുത്ത സെക്കൻഡ് തന്നെ അവർ കംപ്ലീറ്റ്ലി ഇരുട്ടിലായി മാറി. പിന്നെ കാണുന്നത് പല സൈഡിൽ കൂടെ പലരും അവിടേക്ക് വരുന്നതാണ്. അപ്പോൾ ആ വന്നത് 1-2 പേരല്ലായിരുന്നല്ലേ. ഇതേ സമയത്ത് ഒരു മൃഗത്തിനെ പോലെയായിരുന്നു അവർ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം അവന് അവരുടെ കണ്ണുകൾ കാണാൻ സാധിച്ചു. അല്ല, ഇവരൊക്കെ അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.